ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് മൂസ് സ്റ്റുഡിയോ. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കിൻ ട്രാൻസ്ഫോർമേഷൻ സീരീസിലെ നമ്മുടെ 4ാമത്തെ പാട്ടാണ് കേട്ടോ. കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചി എന്താ ഇത്രയും ഡിലേ വരുന്നതെന്ന്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് സീരീസ് ഒക്കെ വന്നോണ്ട് അതിന്റെ ഇടയ്ക്ക് ഈ വീഡിയോസ് ഒന്നും കുത്തി കയറ്റാനുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ മാറ്റി വെച്ചത് കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു മിറാക്കിൾ ഫേസ് പാക്ക് ആണ്. അടിപൊളിയായിട്ട് എല്ലാവരുടെ സ്കിൻ ടൈപ്പിനും നന്നായിട്ട് തന്നെ വർക്ക് ആവുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് ഗൈസ്. 100 അല്ല 101% ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അത്ര അടിപൊളിയാണ്. ഇത് ഞാൻ 4ാമത്തെ പാർട്ടിലേക്ക് തന്നെ മാറ്റി വെച്ചതായിരുന്നു. കാരണം ഈ ഒരു പാക്ക് ഇല്ലാണ്ട് ഈ ഒരു സീരീസ് ഒരിക്കലും കംപ്ലീറ്റ് ആവത്തില്ല. സോ വിതൗട്ട് എനി ഫർദർ ഡിലേ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഒരു പാക്കിലേക്ക് വേണ്ട ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് പറയുന്നത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഗോതമ്പ് പൊടിയുടെ ബെനിഫിറ്റ്സ് എല്ലാവർക്കും അറിയാവുന്നതാണ്. റിച്ച് ഇൻ വിറ്റമിൻ ഇ ആണ്. വിറ്റമിൻ ഇ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൻ ഒത്തിരി സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആക്കാൻ വേണ്ടിയിട്ടും ഫേസിൽ എന്തെങ്കിലും ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും സൺടാൻ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് റോ മിൽക്ക് ആണ് കേട്ടോ. പച്ചപ്പാല് ചൂടാക്കിയ ഹീറ്റ് ചെയ്ത മിൽക്ക് ഒന്നും പാടില്ല. പച്ചപ്പാൽ തന്നെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതും കറക്റ്റ് 1 ടേബിൾ സ്പൂൺ മാത്രം ആഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഓവർ ആവരുത് പാലിന്റെ കണ്ടന്റ്. ബിക്കോസ് ഓവർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് ഓയിൽ അക്യുമുലേറ്റ് ചെയ്തിട്ട് അതുവഴി കുറെ പിമ്പിൾസ് ആക്നേസ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. സോ കറക്റ്റ് ക്വാണ്ടിറ്റിയിലാണ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാട്ടോ. ഇനിയിപ്പോ കറക്റ്റ് ആ ഒരു പാൽ ആഡ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നാലും പാല് ആഡ് ചെയ്ത് കൊടുക്കണ്ട. എന്നിട്ട് ഗൈസ് നമ്മൾ കറക്റ്റ് ഡയറക്റ്റ് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഏതൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേയും ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിരിക്കണം. കാര്യങ്ങളെല്ലാം കൂടിയിട്ട് നമ്മുടെ ഫേസിൽ ആകെ ഇറിറ്റേറ്റഡ് ആയ ഓപ്പൺ പോർസ്, ആക്നേസ്, പിമ്പിൾസ് കുറെ മഹാമാരികൾ അതിന്റെ പിന്നാലായിട്ട് വരാൻ തുടങ്ങും. സോ ബി കെയർഫുൾ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രത്യേകം. ഈ ഒരു പാക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. മെയിൽസ്, ഫീമെയിൽസ്, അങ്ങനെ ഏജ് ലിമിറ്റ് ഒന്നുമില്ല. പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ഈ ഒരു പാക്ക് യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കാരണം ഇതിനകത്ത് നമ്മൾ സൈഡ് എഫക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസും തന്നെ ആഡ് ചെയ്യുന്നില്ല. എല്ലാതും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. കാരണം സ്കിൻ സെൽസിന് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് തന്നെ. അപ്പൊ ഇത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യുന്നത് വഴി നമ്മുടെ ഫേഷ്യൽ സ്കിൻ സെൽസിലോട്ട് ഇതിനകത്തുള്ള ഓരോ ന്യൂട്രിയൻസും ഓരോ എസെൻഷ്യൽസും ഓരോ ബെനിഫിറ്റ്സും ഓരോ സ്കിന്നിലേക്കും ബൈപാസ് ചെയ്ത് നമ്മുടെ സ്കിൻ ഒന്ന് മെച്ചോർഡ് ആയി സ്കിന്നിലേക്ക് എല്ലാ ന്യൂട്രിയൻസ് അതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ എത്തി ഒന്ന് അടിപൊളിയാവാണ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു പാക്ക് ചെയ്യുന്നത് തന്നെ നമ്മുടെ ഫേസിൽ. ഈച്ച് സെൽസിലേക്ക് ഇതിന്റെ ബെനിഫിറ്റ്സ് വിറ്റമിൻ ഇ, അതേപോലെ തന്നെ പാലിന്റെ ക്ലെൻസിങ്, ഡീപ്പ് ക്ലെൻസിങ് ഏജന്റ് ആണ് പാൽ. എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ അങ്ങനെ ചെയ്ത് ഡീപ്പിൽ ആഴത്തിൽ കിടക്കുന്ന ഡേർട്സിനെ വരെ പുറന്തള്ളി കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് റോ മിൽക്ക് തന്നെ ആഡ് ചെയ്യുന്നത്. കാരണം റോ മിൽക്കാണ് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്. അത് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര എഫക്റ്റീവ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ റോ മിൽക്കാണ് ഇതിലേക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുക. ആൻഡ് ഇതിൽ വരുന്ന ഗോതമ്പ് പൊടി നമ്മുടെ ഫേസിൽ വരുന്ന ടാൻ, സൺ ടാൻ, എത്ര കാലം മുന്നേ വെയിൽ കൊണ്ടിട്ടുള്ള കാലപ്പഴക്കമുള്ള സൺ ടാൻ ആണ് നിങ്ങളുടെ ഫേസിൽ ഉള്ളതെങ്കിലും ഇത് അടിപൊളിയായിട്ട് റിമൂവ് ചെയ്ത് കളയട്ടോ. പിന്നെ ഈ ഒരു പാക്ക് കംപ്ലീറ്റ്ലി നിങ്ങൾ ഡ്രൈ ആക്കരുത്. കാരണം കംപ്ലീറ്റ്ലി ഡ്രൈ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് റിമൂവ് ചെയ്ത് കളയാൻ ഭയങ്കര പാടായിരിക്കും. സോ 50% ഡ്രൈ ആകുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വാഷ് ചെയ്ത് കളയണം. വാഷ് കളയുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ബിക്കോസ് ഇതൊരു സ്ക്രബ് അല്ല, ഒരു എക്സ്ഫോളിയേറ്ററും അല്ല. പക്ഷെ ഇതിനകത്ത് തീരെ ഗ്രാന്യൂൾസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഫേസിലേക്ക് ഒരു മൈൽഡ് ആയിട്ട് ഒരു എക്സ്ഫോളിയേറ്റിംഗ് ഫീൽ നമുക്ക് കൊണ്ടുവന്ന് തരും. ബിക്കോസ് നമ്മുടെ മൂക്കിന് ചുറ്റും ചുണ്ടിന് ചുറ്റുമൊക്കെ എന്തെങ്കിലും ബ്ലാക്ക് ഹെഡ്സോ വൈറ്റ് ഹെഡ്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയായിട്ട് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതേസമയം തന്നെ നമ്മുടെ സ്കിന്നിനെ ഒട്ടും തന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നില്ല. എപ്പിടി ഇരിക്ക്. അപ്പൊ ഇന്ന പോലത്തെ ഐഡിയ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ അടിപൊളിയായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്ത് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഒരു ഫേഷ്യലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഒരു ബ്രൈറ്റ് ആയ ഫീൽ വരില്ലേ, ആ ഫീൽ തരാനും അടിപൊളിയാണ് കേട്ടോ. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്ത് ഫേസിലേക്ക് ഡേർട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഇൻഗ്രീഡിയൻസിനകത്തുള്ള ബെനിഫിറ്റ്സ് നമ്മുടെ സ്കിൻ സെൽസിലേക്ക് ആഴത്തിൽ ഡീപ്പായിട്ട് തന്നെ അത് ഇറങ്ങി ചെന്ന് നന്നായിട്ട് ബെനിഫിറ്റ് ചെയ്യും സ്കിന്നിന്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഉറങ്ങി എണീറ്റ പാടെ യൂസ് ചെയ്യാം. അതിനുശേഷം മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ യൂസ് ചെയ്യാം. എല്ലാന്നുണ്ടെങ്കിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നായിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. എന്നിട്ട് ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ അപ്ലൈ ചെയ്യുന്ന മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ 2 സമയത്ത് ഏതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആൻഡ് 7 days
കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാട്ടോ. വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് നിങ്ങളുടെ ഫേസിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. എത്ര കാലപ്പഴക്കമുള്ള ടാൻ ആണ്, എത്ര ഇരുണ്ട് നിറാണെന്നുണ്ടെങ്കിലും അത് മാറി അടിപൊളിയായിട്ട് നിങ്ങളുടെ ഫേസിൽ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഗൈസ്. നമ്മുടെ ഫാദർ, മദർ, സിസ്റ്റർ, ബ്രദേഴ്സ് എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ജെൻഡർ ഡിഫറൻസ് അങ്ങനെ ഒന്നും ഇല്ല, എല്ലാവർക്കും യൂസ് ചെയ്യാം. യാതൊരുവിധ സൈഡ് എഫക്ട്സും ഇല്ല. അപ്പൊ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാട്ടോ. നിങ്ങൾ ഈ ഒരു സ്കിൻ കെയർ ചലഞ്ചിൽ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ഇല്ലാണ്ട് നമ്മുടെ സ്കിൻ കെയർ ചലഞ്ച് കംപ്ലീറ്റ് ആവില്ല ഗൈസ്. അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു പാക്ക് എന്ന് പറയുന്നത്. ഫേസ് വൈറ്റനിങ്, ബ്രൈറ്റനിങ് ആൻഡ് ഫേസിലുള്ള 90% ഇഷ്യൂസും ഈ ഒരു പാക്ക് കൊണ്ട് തന്നെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. സോ ഡോണ്ട് മിസ് ഔട്ട്. എന്തായാലും ട്രൈ ചെയ്തിട്ട് അതിന്റെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. ഐ എം സോ വെയിറ്റിംഗ് ഗൈസ്, ഐ എം സോ എക്സൈറ്റഡ്. കാരണം ഈ ഒരു പാക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിലും വലിയ സന്തോഷം എനിക്ക് വേറെ ഇല്ല. കാരണം അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ എത്രയൊക്കെ നിറം വെക്കുന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെന്നുണ്ടെങ്കിലും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ചേഞ്ച് ആവും.